ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന അവൻ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതാണ് ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഭാഷ പഠിക്കാനായിട്ട് സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പേരൊന്നും ആരും പഠിക്കേണ്ട കാര്യമില്ല. ഇതുണ്ടാക്കുന്നത് സബ്ജക്റ്റ് അതിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് വയ്ക്കും. സിംഗുലർ ആണെങ്കിൽ ഹാസ് വയ്ക്കും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വയ്ക്കും. അതിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വെർബിന്റെ ക്രിയയുടെ ആ ഫോമാണ് ഇവിടെ എപ്പോഴും ഉപയോഗിക്കുന്നത്. PP ഫോം എന്ന് സാധാരണ പറയില്ല, ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ PP ഫോം എന്ന് എഴുതിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ സിംഗുലറിന്റെ ഉപയോഗം ഹാസ് വെച്ചുള്ള ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാവ് പ്ലൂറലിന്റെ ഉപയോഗം നമ്മൾ കണ്ട്, രണ്ട് വാചകങ്ങള് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവൻ എഴുതിയിട്ടുണ്ട്, he has written. അതിന്റെ ചോദ്യവും നമ്മൾ കണ്ടു, അവൻ എഴുതിയിട്ടുണ്ടോ, has he written. ഇന്ന് നാം കാണുന്നത് അതിന്റെ നെഗറ്റീവ് ആണ്. എന്താണ് നെഗറ്റീവ്? അവൻ എഴുതിയിട്ടില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹാസ് റിട്ടൺ ആണ് വെർബ്, അതിന്റെ നടുക്ക് കൊണ്ടുപോയി നോട്ട് വയ്ക്കുന്നു. ഹാസ് നോട്ട് റിട്ടൺ, he has not written. ഇതിന്റെ ഷോർട്ട് ഫോം ഉണ്ട്. ഹാസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഹാസിൻഡ്. നമുക്ക് അത് ഉപയോഗിക്കാം സ്പോക്കൺ ഇംഗ്ലീഷിൽ. he hasn't written. അവൻ എഴുതിയിട്ടില്ല. he has not written എന്നും പറയാം, കുഴപ്പമില്ല. കൂടുതൽ ഇതാണ് നമ്മൾ ഉപയോഗിക്കുക സ്പോക്കൺ ഇംഗ്ലീഷിൽ. he hasn't written, അവൻ എഴുതിയിട്ടില്ല. ഇവിടെ ഓർക്കുക, ഹാസ് റിട്ടൺ എന്നുള്ളതാണ് വെർബ് കേട്ടോ. ഹാസ് റിട്ടൺ, ഹാസിന് പ്രത്യേകിച്ച് അർത്ഥം ഇവിടെ ഇല്ല, റിട്ടണും പ്രത്യേകിച്ച് അർത്ഥമില്ല. ഹാസ് റിട്ടൺ എന്ന് പറയുമ്പോൾ എഴുതിയിട്ടുണ്ട് എന്ന അർത്ഥമുണ്ട്. ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നോക്കാം. he hasn't written a story. അത് ഒരുമിച്ച് പറയണേ. he hasn't written a story, അവനൊരു കഥ എഴുതിയിട്ടില്ല. he hasn't written a story. he hasn't read a book, അവനൊരു പുസ്തകം വായിച്ചിട്ടില്ല. he hasn't sent a letter, അവനൊരു എഴുത്ത് അയച്ചിട്ടില്ല. he hasn't taught them, അവൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. he hasn't come, അവൻ വന്നിട്ടില്ല. he hasn't broken a cup, അവനൊരു കപ്പ് പൊട്ടിച്ചിട്ടില്ല. അടുത്തത് ഷീ, സിംഗുലർ ആണ്. she hasn't written a story, അവൾ ഒരു കഥ എഴുതിയിട്ടില്ല. she hasn't read a book, അവൾ ഒരു പുസ്തകം വായിച്ചിട്ടില്ല. she hasn't sent a letter, അവൾ ഒരു എഴുത്ത് അയച്ചിട്ടില്ല. she hasn't taught them, അവൾ അവരെ പഠിപ്പിച്ചിട്ടില്ല. she hasn't come, അവൾ വന്നിട്ടില്ല. she hasn't broken a cup, അവൾ ഒരു കപ്പ് പൊട്ടിച്ചിട്ടില്ല. അടുത്തത് രാജു, ഒരാളാണ്, സിംഗുലർ. രാജു hasn't written a story. രാജു ഒരു കഥ എഴുതിയിട്ടില്ല. രാജു hasn't read a book, രാജു ഒരു പുസ്തകം വായിച്ചിട്ടില്ല. രാജു hasn't sent a letter, രാജു ഒരു എഴുത്ത് അയച്ചിട്ടില്ല. രാജു hasn't taught them, രാജു അവരെ പഠിപ്പിച്ചിട്ടില്ല. രാജു hasn't come, രാജു വന്നിട്ടില്ല. രാജു hasn't broken a cup, രാജു ഒരു കപ്പ് പൊട്ടിച്ചിട്ടില്ല. അടുത്തത് സീത, അതും സിംഗുലർ ആണ്. എല്ലാം ഒരേപോലെ തന്നെയാ. സീത hasn't written a story. സീത ഒരു കഥ എഴുതിയിട്ടില്ല. സീത hasn't read a book, സീത ഒരു പുസ്തകം വായിച്ചിട്ടില്ല. സീത hasn't sent a letter, സീത ഒരു എഴുത്ത് അയച്ചിട്ടില്ല. സീത hasn't taught them, സീത അവരെ പഠിപ്പിച്ചിട്ടില്ല. സീത hasn't come, സീത വന്നിട്ടില്ല. സീത hasn't broken a cup, സീത ഒരു കപ്പ് പൊട്ടിച്ചിട്ടില്ല. അടുത്തത് മൈ ഫ്രണ്ട്, സിംഗുലർ ആണ്. ഫ്രണ്ട് ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് സിംഗുലർ ഉപയോഗിക്കുന്നു. My friend hasn't written a story. എന്റെ ഫ്രണ്ട് ഒരു കഥ എഴുതിയിട്ടില്ല. My friend hasn't read a book. എന്റെ ഫ്രണ്ട് ഒരു പുസ്തകം വായിച്ചിട്ടില്ല. My friend hasn't sent a letter. എന്റെ ഫ്രണ്ട് ഒരു ലെറ്റർ അയച്ചിട്ടില്ല. My friend hasn't taught them. എന്റെ ഫ്രണ്ട് അവരെ പഠിപ്പിച്ചിട്ടില്ല. My friend hasn't come.
എന്റെ ഫ്രണ്ട് വന്നിട്ടില്ല. മൈ ഫ്രണ്ട് ഹാസ് ഇൻ ബ്രോക്കൺ എ കപ്പ്. എന്റെ ഫ്രണ്ട് ഒരു കപ്പ് പൊട്ടിച്ചിട്ടില്ല. ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഈ വെർബിന്റെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അറിയില്ലെങ്കിൽ ഈ വാചകങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഇന്ന് മൂന്നാമത്തെ വാചകം, നെഗറ്റീവ് വാചകം കണ്ടു. മൂന്നെണ്ണം. ആദ്യത്തേത് അവൻ എഴുതിയിട്ടുണ്ട്, ഹി ഹാസ് റിട്ടൺ. ചോദ്യം, അവൻ എഴുതിയിട്ടുണ്ടോ, ഹാസ് ഹി റിട്ടൺ. ഇന്ന് നെഗറ്റീവ് കണ്ടു, അവൻ എഴുതിയിട്ടില്ല, ഹി ഹാസ് ഇൻ റിട്ടൺ. ഇനി അടുത്തത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാളം ഇംഗ്ലീഷ് ഓരോ വാചകവും 10 പ്രാവശ്യം ആവർത്തിക്കണം. 10 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കണം. അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ കോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. ഈ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം. ഈ 4 ഫോംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം പുതിയ വാക്കുകളും പഠിക്കണേ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുകയുള്ളൂ.
നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ രണ്ടാമത്തെ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ്. എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസമുണ്ട്. നമ്മള് 3 ഫോംസേ പഠിക്കുകയുള്ളൂ. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കുന്ന അർത്ഥം വ്യത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ് ഉച്ചാരണം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുക. ഞാൻ വായിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ: ബ്രിങ്, ബ്രോഡ്, ബ്രോഡ്; ബൈ, ബോട്ട്, ബോട്ട്; ക്യാച്ച്, കോട്ട്, കോട്ട്; ടീച്ച്, ടോട്ട്, ടോട്ട്; തിങ്ക്, തോട്ട്, തോട്ട്; ഫൈറ്റ്, ഫോട്ട്, ഫോട്ട്; സീക്ക്, സോട്ട്, സോട്ട്. ഇനി പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡിന്നോ ഇഡിയെന്നോ ചേർത്ത് കിട്ടുന്ന പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉള്ള വെർബ്സ് ആണ്. നമുക്ക് വായിക്കാം. പുൾ, പുൾ, പുൾഡ്; advise, advised, advised; agree, agreed, agreed; answer, answered, answered; bless, blessed, blessed; boil, boiled എന്നാണ് പാസ്റ്റ് ഫോം, ഇഡി എന്ന് ചേർക്കണേ. boiled; challenge, challenged, challenged; collect, collected, collected; correct, corrected, corrected; count, counted, counted; decide, decided, decided; destroy, destroyed, destroyed; doubt, doubted, doubted; enjoy, enjoyed, enjoyed; hope, hoped, hoped; hunt, hunted, hunted; follow, followed, followed; guess, guessed, guessed; imitate, imitated, imitated; invite, invited, invited; move, moved, moved; pluck, plucked, plucked. ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം നിങ്ങൾ പഠിക്കണം, ഉച്ചാരണം ആവർത്തിച്ച് അത് ഉറപ്പിക്കണം.